4 വർഷമായി തുടരുന്ന ആഭ്യന്തര യുദ്ധം, 7 മാസം മുൻപത്തെ പ്രളയം, സാമ്പത്തിക തകർച്ച, ഭക്ഷ്യപ്രതിസന്ധി എന്നിവ നേരിടുന്ന മ്യാൻമറിൽ ഭൂകമ്പം സൃഷ്ടിച്ച നാശം വിലയിരുത്താവുന്നതിലും അപ്പുറമാണ്. നാശനഷ്ടങ്ങളുടെ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വരുന്നതേയുള്ളൂ. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായ സാങ്കേങ്, രണ്ടാമത്തെ വലിയ നഗരമായ മാണ്ഡലെ, തലസ്ഥാനമായ നായ്പിഡോ എന്നിവിടങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. സമീപകാലത്ത് ഏഷ്യ കണ്ട ഏറ്റവും വലിയ ഭൂചലനമാണ് മ്യാൻമറിൽ ഉണ്ടായിരിക്കുന്നത്. ഭൂചലനത്തിന്റെ ദൃശ്യങ്ങൾ ഓരോന്നും പുറത്തു വരുന്നത് ഭൂചലനത്തിന്റെയും കെടുതിയുടെയും ഭീകരത എടുത്തു കാട്ടുന്നതാണ്. മ്യാൻമറിലും തായ്ലാന്റിലും നടന്ന ഭൂകമ്പത്തിൽ മരണം 10,000 കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നോയമ്പ് സമയത്തെ പ്രാർത്ഥനകൾക്ക് വേണ്ടി വൻതോതിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ ജനങ്ങൾ ഉണ്ടായിരുന്നതിനാലാണ് ഇത്തരത്തിൽ മരണസംഖ്യ ഉയരുന്നതിന് കാരണമായിട്ടുള്ളത്. ഇതുവരെയുള്ള കണക്കുകളിൽ 732 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇനിയും മരണസംഖ്യ ഉയരുമെന്ന് സൈനിക മേധാവി അറിയിച്ചിട്ടുണ്ട്. മ്യാൻമറിലുണ്ടായ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് 1000 കിടക്കകളുള്ള ആശുപത്രികൾ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. മൃതദേഹവും മറ്റും ആശുപത്രിക്ക് പുറത്ത് കൂട്ടിയിരിക്കുന്ന അവസ്ഥയും. കൂടാതെ അത്യാഹിത വിഭാഗത്തിന് പുറത്ത് പരിക്കേറ്റവരുടെ മറ്റു നിരകളുമാണ്. അതേസമയം മ്യാൻമറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും സഹായത്തിനായി അധികാരികൾ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും രാജ്യവും ഏതെങ്കിലും സംഘടനയും മുന്നോട്ട് വരണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തായ്ലാന്റ് തലസ്ഥാനത്ത് മെട്രോ റെയിൽ സർവീസുകൾ നിർത്തിവെച്ചിരുന്നു. കൂടാതെ വടക്കൻ തായ്ലാന്റിൽ വരെ ഭൂചലനം അനുഭവപ്പെട്ടു എന്നാണ് സൂചന. അടിയന്തര അവലോകന യോഗം നടത്തുന്നതിനായി പ്രധാനമന്ത്രി ഫുക്കറ്റിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനം ഉപേക്ഷിക്കുകയും തുടർന്ന് തായ്ലാന്റിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. വളരെ കുറച്ചു കാലം മാത്രം ജനാധിപത്യം നിലനിന്നിട്ടുള്ള മ്യാൻമർ നിലവിൽ ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലാണ്. 2021 പട്ടാളം ജനാധിപത്യ നേതാവ് ഓങ് സാൻ സൂചി അടക്കമുള്ളവരെ തടവിലാക്കി അധികാരം പിടിക്കുകയായിരുന്നു. എന്നാൽ ജനറൽ മിൻ ഓങ് ലെയിങ്ങിന്റെ പട്ടാള ഭരണകൂടത്തിനോട് ജനങ്ങൾക്ക് മമതയില്ലായിരുന്നു. അട്ടിമറിയെ തുടർന്ന് വൻതോതിലുള്ള ജനകീയ പ്രതിഷേധങ്ങളായിരുന്നു. പട്ടാളത്തിനോടുള്ള ജനങ്ങളുടെ നിസ്സഹകരണം രാജ്യം മുഴുവൻ പടർന്ന കലാപവും പിന്നീട് ആഭ്യന്തര യുദ്ധവുമായി പരിണമിക്കുകയായിരുന്നു. വംശവിഭാഗങ്ങളുടെ വിമത സേനകളും പട്ടാളവും തമ്മിൽ മ്യാൻമറിന്റെ നിയന്ത്രണത്തിനായി പോരടിക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആഭ്യന്തര യുദ്ധത്തിൽ രാജ്യത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ പട്ടാളത്തിന് നിയന്ത്രണം നഷ്ടമായിരുന്നു. ഇതിനിടെയാണ് സെപ്റ്റംബറിൽ യാഗി എന്ന ചുഴലിക്കൊടുങ്കാറ്റ് മ്യാൻമറിൽ നാശം വിതച്ചത്. 200-ലധികം പേരാണ് കൊടുങ്കാറ്റ് ദുരന്തത്തിൽ മരിച്ചത്. അന്ന് ലക്ഷക്കണക്കിന് ഏക്കർ കൃഷിഭൂമി നശിച്ചിരുന്നു. യുദ്ധവും കൊടുങ്കാറ്റ് ദുരന്തവും മൂലം ഭക്ഷണവും വൈദ്യസഹായവുമില്ലാതെ നരകിക്കുന്ന മ്യാൻമർ ജനതയുടെ ദുരിതം ഭൂകമ്പത്തിൽ വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഭൂകമ്പമുണ്ടായ സാങ്കങ് നഗരം വിമത പോരാളികളുടെ ശക്തി കേന്ദ്രമാണ്. ഏതാനും മാസം മുമ്പ് ഇവിടെ വിമതരും സൈന്യവും തമ്മിൽ കനത്ത പോരാട്ടം നടന്നിരുന്നു. ഭൂകമ്പം ബാധിച്ച മാണ്ഡലെ നഗരവും പോരാട്ടവേദിയായിരുന്നു. തകർന്ന റോഡുകളുടെയും നിലംപറ്റിയ ബഹുനില കെട്ടിടങ്ങളുടെയും ചിത്രങ്ങൾ മ്യാൻമറിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പട്ടാള ഭരണകൂടം ഒട്ടേറെ പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. പരിക്കേറ്റവരെ ചികിത്സിക്കാൻ വേണ്ടത്ര ആശുപത്രി സംവിധാനങ്ങൾ മ്യാൻമറിൽ ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഭൂകമ്പത്തിൽ നായ്പീഡോയിലെ ഒരു ആശുപത്രിയിൽ വൻ നാശനഷ്ടം ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. മ്യാൻമറിന്റെ മധ്യഭാഗത്തുള്ള സാങ്കങ് നഗരത്തിനടുത്ത് ഇന്നലെ ഉച്ചയ്ക്കാണ് 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. സാങ്കങ് നഗരത്തിന് 16 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് 10 കിലോമീറ്റർ താഴ്ചയിലാണ് പ്രഭവ കേന്ദ്രം. 12 മിനിറ്റുകൾക്കു ശേഷം 6.4 തീവ്രതയുള്ള തുടർ ചലനവും ഉണ്ടായി. അയൽ രാജ്യങ്ങളായ തായ്ലാന്റ്, ചൈന എന്നിവിടങ്ങളിലും ശക്തമായ കുലുക്കം അനുഭവപ്പെടുകയായിരുന്നു. നഗരമധ്യത്തിലെ കൂറ്റൻ കെട്ടിടങ്ങൾ കുലുങ്ങി വിറച്ച് മിനിറ്റുകൾ കൊണ്ട് തകർന്നടിയുന്നതും പരിഭ്രാന്തരായ ആളുകൾ നിലവിളിച്ചുകൊണ്ട് ഓടുന്നതുമെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഭീകരാവസ്ഥ വ്യക്തമാക്കുന്നതാണ്. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ ഭൂചലനം അനുഭവപ്പെട്ടത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എന്ത് സഹായവും നൽകാൻ തയ്യാറാണെന്ന് മ്യാൻമറിനെ അറിയിച്ചിട്ടുമുണ്ട്. അതേസമയം മ്യാൻമറിലുണ്ടായ ഭൂചലനത്തിൽ 100-ലധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. മ്യാൻമറിലും അയൽ രാജ്യമായ തായ്ലാന്റിലും നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാലങ്ങളും കെട്ടിടങ്ങളും തകർന്നു. തായ്ലാന്റ് തലസ്ഥാനമായ ബാങ്കോക്കിലും വലിയ നാശനഷ്ടങ്ങളാണ്. നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം തകർന്നു വീണ് നിരവധി തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുകയാണ്. 2 രാജ്യങ്ങളിലും സർക്കാരുകൾ ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലെ തകർന്നടിഞ്ഞു. സുപ്രധാന ദേശീയപാതകൾ പലതും മുറിഞ്ഞു മാറിയതായും റിപ്പോർട്ടുകളുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് മ്യാൻമറിലുണ്ടായത്.
ഇന്നലെ ഉച്ചയ്ക്ക് 12:50 ഭൂചലനം രേഖപ്പെടുത്തിയത്. തൊട്ടു പിന്നാലെ 6.8 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനവും ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ. മാൻഡലയിൽ നിന്ന് 17.2 കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ കണ്ടെത്തിയിട്ടുണ്ട്. തായ്ലൻഡിലും പ്രകമ്പനമുണ്ടായിരുന്നു. ഭൂചലനം നടന്ന സാഹചര്യത്തിൽ ബാങ്കോക്കിലും ചൈനയിലെ യുനാൻ പ്രവിശ്യയിലും മെട്രോ റെയിൽ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അതേസമയം ഭൂകമ്പത്തിന് ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം, വീടുകൾ തുടങ്ങിയവ നിലം പതിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ആളുകൾ നിലവിളിച്ച് ഓടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ബാങ്കോക്കിൽ നിരവധി വലിയ കെട്ടിടങ്ങൾ തകർന്നു വീണതായും ആയിരക്കണക്കിന് ആളുകളെ വീടുകളിൽ നിന്ന് ജോലിസ്ഥലങ്ങളിൽ നിന്നും ഒഴിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. കെട്ടിടങ്ങൾ തകരുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മ്യാൻമറിൽ കാര്യമായ നാശനഷ്ടങ്ങൾ തന്നെ ഭൂചലനം കാരണം ഉണ്ടായെന്നാണ് ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥരും അറിയിച്ചിരിക്കുന്നത്. മണ്ടാലെ നഗരത്തിലെ ഒരു പള്ളി തകർന്നു വീണാണ് കൂടുതൽ മരണം സംഭവിച്ചിട്ടുള്ളത്. പ്രാർത്ഥന നടക്കുന്നതിനിടെയാണ് പള്ളി തകർന്നു വീണത്. അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. തായ്ലാൻഡിലും മ്യാൻമറിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അന്താരാഷ്ട്ര സഹായം തേടുകയും ചെയ്തിട്ടുണ്ട്. ദുരിതബാധിതർക്ക് എല്ലാവിധ സഹായങ്ങൾ നൽകാനും ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ അറിയിച്ചിട്ടുണ്ട്. തെക്കുകിഴക്കൻ ഏഷ്യയുടെ ഉൾഭാഗത്തായി മ്യാൻമർ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ വിള്ളൽ രേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലകളിൽ ഒന്നിൽ സ്ഥിതി ചെയ്യുന്ന മ്യാൻമറിൽ നിരവധി വിള്ളൽ രേഖകൾ മാറുന്ന ടെക്ടോണിക് പ്ലേറ്റുകളും വളരെ കാലമായി വലിയ ദുരന്തങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ആൻഡമാൻ മെഗാത്രസ്റ്റിന്റെ ആഴത്തിലുള്ള മുഴക്കങ്ങൾ മുതൽ സാഗായിങ് വിള്ളലിലൂടെയുള്ള നിരന്തരമായ ചലനം വരെ ഉപരിതലത്തിന് താഴെയുള്ള ശക്തികൾ രാജ്യത്തിന്റെ ഭൂപ്രകൃതിയെ ആവർത്തിച്ച് മാറ്റിമറിക്കുന്നതാണ്.